കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കാതിലെ സ്വർണം കവർന്നു. പുലർച്ചെ 2:30യോടെ പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് സംഭവം. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം മുൻവാതിൽ തുറന്നാണ് പശുവിനെ കറക്കാൻ പോയതെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ പറയുന്നു. പശുവിനെ കറന്ന് തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ കണ്ടില്ല. കുട്ടിയെ തൊട്ടെടുത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മുത്തച്ഛൻ പറഞ്ഞു. 3-3:30 സംഭവം നടന്നു. ഈ വാതിൽ തുറന്ന് ഞാൻ ഇത് അടച്ചു ചെയ്തില്ല. അപ്പുറത്ത് തുറന്നിട്ടുമില്ല. അത് തുറന്നിട്ട് എടുത്തൊരു കുഞ്ഞ് അങ്ങനെ പോയത്. ഇത് ചാരി വെച്ചിരുന്നു. ഇത് രണ്ടാമത് അതേപോലെ ചാരിയിട്ടുണ്ടായിരുന്നു. വേറെ അപ്പുറത്ത് നോക്കുമ്പോൾ അത് തുറന്നു വെച്ചിട്ടുണ്ട്. അടുക്കള ഭാഗത്ത് തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തുറന്നിട്ടുമില്ല. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ കാണാതെ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ച്. അപ്പോൾ പറഞ്ഞ് ഇല്ല കേട്ടോ എൻ്റെ വന്നിട്ട് അറിഞ്ഞു. അതുപാടി കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും ആളെല്ലാം വരെ അങ്ങ് അടുക്കള ഭാഗത്തേ പോയി. എല്ലാവരും 4 ഭാഗത്ത് പോയി. അവൾക്ക് അടുക്കള ഭാഗത്തേ കൂടി എടുത്തിട്ട് പോയത് സംഭവം. അത് 4 മണി നമ്മൾക്ക് കുഞ്ഞിനെ കിട്ടി. അങ്ങ് അവിടെ ഒരു വീട്ടിൽ ഇളക്കിയിട്ട് പോയി. ഇവിടെ എല്ലാം പെരുതി. അത് കുഞ്ഞിനാണ്ട് ഇളക്കിയിട്ട് പറഞ്ഞാൽ നീ പോയിക്കോ മളയായിരുന്നു. മലയാളി തന്നെ. പരിക്ക് കാതിൽ എടുത്തിന്. വേറെ കൗത്തിലൊന്നുമില്ല. അത് ഒരു കല്ലമാല അത് ഊരി വെച്ചതിനോട്.